ആ നമ്മുടെ മഴക്കാലമായിട്ട് നമ്മുടെ തോടുകളൊക്കെ ശുചീകരണം വയ്ക്കണ പരിപാടിയായി നമ്മുടെ 21-ാം വാർഡ് മെമ്പർ നേരിട്ട് ഇന്ന് ചെയ്യിക്കുകയാണ്. ആ മോളെ എന്താണ് പേര്? അശ്വതി. BJP മെമ്പറാണല്ലേ? അപ്പം നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുമോ? പൂർണ്ണമായിട്ട് പരിഹരിക്കും. അത് ഒരു കുളവും തോടും ഒക്കെ ആയിട്ട് കിടക്കണല്ലേ. അപ്പോൾ അതിനാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. മനസ്സിലായ? ഇതേപോലെ പ്രവർത്തനങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അശ്വതി വീണ്ടും 5 കൊല്ലം കിട്ടും. മനസ്സിലായ? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. BJP, കോൺഗ്രസ്, മറ്റേ CPM അതല്ല. നമ്മുടെ മുന്നിൽ ആര് വന്നി അവരൊക്കെ നമ്മളെ ജയിപ്പിച്ച ആൾക്കാരാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്താൽ നമ്മളെ കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്യാവുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ജനസേവനമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായ? ഞാൻ ഉപദേശിക്കണമല്ല, ഞാൻ ഉപദേശിക്കാൻ ആളുമല്ല കേട്ടാ. അപ്പോൾ ഇത് നമ്മുടെ 21-ാം വാർഡ് മെമ്പറും ഭർത്താവും കൂടി നേരിട്ട് ഇന്ന് ജയിക്കണേണ്. ഇതൊരു അപൂർവ കാഴ്ചയാണ്. കാരണം പുള്ളി BJPയുടെ വൈപ്പിൻ മണ്ഡലം പ്രസിഡൻ്റൊക്കെയാണ്. മോൻ്റെ പേരെന്താണ്? നിതിൻ ഭാര്യയുടെ കൂടെ ഒന്ന് നേതൃത്വം നൽകുകയാണ് അല്ലേ? നമ്മുടെ നാട് നന്നാകട്ടെ. BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും നാട് നന്നാകണം ഏട്ടാ. എല്ലാവരും നമുക്ക് നാട് നന്നാക്കണം. ആ റോഡിൻ്റെ വിഷയം കൂടി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ലെങ്കിൽ ഞാൻ വീഡിയോ നമുക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് MLA തന്നെ നമുക്ക് വിചാരിച്ചാൽ നടക്കുള്ളൂ. കാരണം 10-30 ലക്ഷം രൂപ വേണം ആ റോഡ് നന്നാക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം MLA ഫണ്ട് കൊണ്ടാണ് പകുതിയെങ്കിലും റോഡ് നമുക്ക് നന്നാക്കാൻ പറ്റും. ഇനിയും അത് MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇപ്പോൾ പുതിയ MLAനെ നമ്മൾ പോയി കാണുന്നുണ്ട്. അതിന് മുമ്പാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. ഈ റോഡുകളുടെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥ ഉണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ നമ്മുടെ സെക്രട്ടറി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ നമ്മൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ BJP ഒക്കെ മനസ്സിലിരുന്നോട്ടെ, കുഴപ്പമില്ല കേട്ടാ. BJP, CPM, കോൺഗ്രസ് ഒക്കെ മനസ്സിലിരുന്നോട്ടെ. നമുക്ക് നാടിൻ്റെ പ്രവർത്തനമായിരിക്കണം നമുക്ക് മുൻഗണന. മനസ്സിലായ? നമ്മൾ അതിൻ്റെ പ്രവർത്തനമായിരിക്കണം ചെയ്യേണ്ടത്. മനസ്സിലായ? ഉപദേശമല്ല, ഉപദേശിക്കാൻ ഞാൻ ആളല്ല നിങ്ങളെ ഏട്ടാ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. വളപ്പ് ബീച്ചിൻ്റെ അവിടുത്തെ തോടുകളൊക്കെ ശുചീകരിക്കണ കാഴ്ച നീ കാണണം. അപ്പം നമ്മുടെ നാട് നന്നാട്ടെ. നമ്മുടെ നാട് നന്നോടും നമ്മുടെ വീട് നന്നാവും, പരിസരമൊക്കെ നന്നാകാൻ നേരത്ത് നല്ലൊരു മെമ്പറാകാൻ കേട്ടോ മോളെ, നല്ലൊരു മെമ്പറാകാൻ ആശംസകളായിരുന്നു കേട്ടാ. അപ്പോൾ ജനങ്ങൾ മുമ്പിലുണ്ടാവും കേട്ടാ. ഓക്കെ.